നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആമിഴഞ്ചാൻ തോട്ടിൽ വീണ മരണപ്പെട്ട ജോയിയുടെ അമ്മയ്ക്ക് വീട് വെച്ച് നൽകാമെന്ന് കഴിഞ്ഞ ദിവസമാണ് നഗരസഭാ മേയർ ആര്യ രാജേന്ദ്രൻ വാക്കു നൽകിയത്. ആര്യയുടെ വീടും വേണ്ട, ഒന്നും വേണ്ട എന്നായി അമ്മയുടെ വാദം. മറ്റൊന്നും കൊണ്ടല്ല, ആ അമ്മ തന്റെ വിഷമം കൊണ്ട് പറഞ്ഞു പോകുന്നതാണ്. കാരണം ജീവിച്ചിരുന്നപ്പോൾ തന്റെ മകൻ എല്ലായ്പ്പോഴും പറയുമായിരുന്നു, അമ്മയ്ക്ക് ഞാൻ വീട് വെച്ച് തരുമെന്ന്. പക്ഷേ ഉള്ള 2 സെന്റ് പോലും പോക്കുവരവ് പോലും ചെയ്യാത്ത ഈ അമ്മയ്ക്ക് എങ്ങനെ അവൻ വീട് വെച്ച് തരും? ഇപ്പോഴിതാ അവൻ പോയപ്പോൾ എനിക്ക് വീടാകുന്നു. അമ്മയ്ക്ക് നല്ലൊരു വീട് നിർമ്മിച്ചു തരുമെന്ന് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞിരുന്ന എന്റെ മോൻ പോയില്ലേ? ആ ഓർമ്മയുടെ കണ്ണിൽ തുടച്ചുകൊണ്ടാണ് ജോയിയുടെ അമ്മ ഈ കാര്യങ്ങൾ ഇതൊക്കെ പറഞ്ഞത്. അവനെ അടക്കിയ 2.5 സെന്റിന് ഇതുവരെ പോക്കുവരവ് പോലും ചെയ്തിട്ടില്ല. പിന്നെ എവിടെ വീട് വെക്കാനല്ലേ? ആമിഴഞ്ചാൻ തോട്ടിൽ വീണ് മരിച്ച ശുചീകരണ തൊഴിലാളി എൻ ജോയിയുടെ മാരായിമുട്ടം വടകരയിലെ വീട്ടിൽ കഴിയുന്ന അമ്മ പറയുന്ന വാക്കുകളാണിത്. കാണാനും ആശ്വസിപ്പിക്കാനും എത്തിയത് ഒട്ടേറെ പേരും. മകന്റെ ഓർമ്മകളിൽ വിട്ടുകൊള്ളാതെ അമ്മ ഇപ്പോഴും നിലകൊള്ളുകയാണ്. മരണം എല്ലായ്പ്പോഴും ഉണ്ട്, പക്ഷേ ഇങ്ങനെ ഒരു മരണം അതൊരിക്കൽ പോലും കരുതിയിരുന്നില്ല. ശനിയാഴ്ച രാവിലെ 6-ന് പഴങ്കഞ്ഞിയും കുടിച്ചുകൊണ്ട് പോയതാണ് മകൻ. മോൻ എന്തെങ്കിലും ഭക്ഷണം കൊടുക്കാമെന്ന് കരുതി മെൽഹി രാവിലെ എണീറ്റെങ്കിലും തലചുറ്റാൻ അനുഭവപ്പെട്ടപ്പോൾ തന്നെ വീണ്ടും കിടന്നു. മെൽഹിയും ജോയിയും താമസിക്കുന്ന വീട്ടിലേക്ക് കയറുക തന്നെ ദുഷ്കരമാണ്. ജോയി 3 തവണ താഴേക്ക് വീണിട്ടുമുണ്ട്. അന്നൊക്കെ മരണത്തിൽ നിന്നും ദൈവം കാത്തതാണ്. പക്ഷേ വിധിയുടെ ഒഴുക്കിൽ അവന് നഷ്ടമായി. കണ്ണീർ വീണ കവിൾ മെൽഹി തുറച്ചുകൊണ്ടാണ് ഇതൊക്കെ തന്നെ ഓർത്തു വെക്കുന്നത്. റോഡിൽ നിന്ന് വീട്ടിലേക്ക് കയറുന്ന പടികെട്ടുകൾ തകർന്നു. മലയുടെ മുകളിലുള്ള വഴിയെ ഏറെ നടന്നാലേ റോഡിൽ എത്താനും കഴിയൂ. പുറത്തേക്ക് ഇറങ്ങുന്നതിനിടെ അകത്തേക്ക് നോക്കി ജോയ് അന്നും പറഞ്ഞു, ശ്രദ്ധിക്കാതെ താഴേക്ക് ഇറങ്ങരുതേ, വീഴും. അമ്മയ്ക്ക് ഞാനൊരു വീട് നിർമ്മിച്ചു തരാം കേട്ടോ എന്ന്. പക്ഷേ ആ ജോയിയുടെ വാക്കുകളാണ് ഇന്ന് മേയർ ആര്യ രാജേന്ദ്രൻ ഏറ്റെടുത്ത വീട് നിർമ്മിക്കാമെന്ന് പറയുന്നത്. പക്ഷേ ജോയിയുടെ മരണത്തിനിടയാക്കിയവരുടെ കയ്യിൽ നിന്നും വീട് എങ്ങനെ ഈ അമ്മ വാങ്ങുമെന്ന ചോദ്യവും ഉയരുകയാണ്. ഗവർണർ അടക്കമുള്ളവർ എത്തിയപ്പോൾ അമ്മയെ ആശ്വസിപ്പിക്കുകയുണ്ടായി. അമ്മ പറയുന്നത് ഗവർണറിനും ഗവർണർ പറയുന്നത് അമ്മയ്ക്കും പ്രത്യേകിച്ചൊന്നും മനസ്സിലായില്ല. പക്ഷേ ഗവർണറുടെ ആ തലോടിൽ, ആ കണ്ണിൽ എല്ലാം ഉണ്ടായിരുന്നു. കുട്ടിയായിരിക്കെ തന്നെ നീന്താൻ മിടുക്കനാണ് ജോയ്. വെള്ളത്തെ ഭയമില്ല. ഒടുവിൽ ജോയ് വെള്ളത്തിൽ തന്നെ പോയി. വാക്കുകൾ പൂർത്തീകരിക്കാനാകാതെ ആ അമ്മ ഗവർണറോട് പറയുകയായിരുന്നു. അപ്പോഴാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എത്തിയത്. അദ്ദേഹം മെൽഹയെ ചേർത്തു പിടിച്ച് ആശ്വസിപ്പിച്ചു. തന്റെ എല്ലാ സഹായങ്ങളും ഉണ്ടാകുമെന്ന് ഗവർണർ പറഞ്ഞപ്പോൾ കൂപ്പിയ കൈകൊണ്ട് ആ അമ്മ കണ്ണുകൾ പതിയെ തുടയ്ക്കുകയായിരുന്നു. ജോയി പോയാലും ആരെങ്കിലുമൊക്കെ ഉണ്ടല്ലോ എന്നൊരു ആശ്വാസം ആ അമ്മയ്ക്ക് എവിടെയോ വന്ന പോലെ. ജോയിയെ ഒരു നോക്ക് പോലും മറക്കാനാവാതെ ആ അമ്മ ഇപ്പോഴും കണ്ണീരോടുകൂടി ആ വീട്ടിലിരിക്കുകയാണ്. ജോയി ദൂരെ എവിടെയോ ജോലിക്ക് പോയിരിക്കുകയാണ് എന്ന് സ്വയം മനസ്സിനെ പറഞ്ഞ് പറ്റിച്ചുകൊണ്ട്. എന്തായാലും ആ അമ്മ നമുക്കിടയിൽ തന്നെ ഇതിന് മുൻപും ഉണ്ടായിരുന്നു. ജോയി എന്ന വ്യക്തി ഇതിന് മുൻപും ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അദ്ദേഹം മരിച്ചപ്പോഴാണ് മേയറും നഗരസഭയും ഒക്കെ ഇതിനെക്കുറിച്ച് അറിഞ്ഞത് എന്ന്. മേയറിന്റെ ആ വാക്കുകൾ നല്ലത് തന്നെയാണ്. പക്ഷേ മറക്കാതിരുന്നാൽ മതി. വാക്ക് കൊടുത്താൽ വാക്ക് പാലിക്കാൻ കൂടി കഴിയട്ടെ, അതും എത്രയും വേഗം.